വെൽക്കം ബാക്ക്. ഇന്ന് വളരെ ഹെൽത്തി ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളിൽ പലരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും, ചിലർക്കൊക്കെ അറിയുണ്ടാവും. അലോവേര ജ്യൂസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിലേക്കായി കുറച്ച് അലോവേരയും കുറച്ച് പുതിനയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാം. അലോവേര കുറച്ച് നേരം മുറിച്ചിട്ട് വെള്ളത്തിലോ മറ്റോ കുത്തനെ വെച്ച് വെക്കണം. അതിൻ്റെ അടുത്തുനിന്നൊരു യെല്ലോ ലിക്വിഡ് വരാനുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ലെമണുമാണ് എടുക്കേണ്ടത്. ആദ്യം തന്നെ അലോവേരയുടെ തൊലി മുഴുവനായിട്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് മാത്രമായിട്ട് നമുക്ക് എടുക്കണം. രണ്ട് സൈഡിലെ തൊലിയും മുകളിലെ സൈഡത്തെ തൊലിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ചിട്ട് നമുക്കിതാ ഇതുപോലെ വരണ്ടി എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെത്തിയെടുക്കാനോ പറ്റും. ഇതാണ് ഏറ്റവും എളുപ്പം. സ്പൂണായാലും ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വരണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കുന്നതാണ് ഉത്തമം. ഒരു തൊലിക്കൊരു കുറച്ചൊരു കയ്പ്പ് വരും. അലോവേരയ്ക്ക് ആക്ച്വലി ഒരു ടേസ്റ്റും ഇല്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനമാണ് അലോവേര. അത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പുതിനയും ലെമണൊക്കെ ആഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു പുളിപ്പ് നമുക്കൊരു ഇത് കഴിക്കുമ്പോൾ ഒരു മിൻറ്റ് ജ്യൂസോ ലെമൺ ജ്യൂസോ ഒക്കെ കഴിക്കുന്ന പോലെയുള്ളൊരു ഫീലാണ് വരിക. പക്ഷേ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. നമ്മളെ സ്കിന്നും ഹെയറിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് ഡയറക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണ്. ഫേസിലും ഹെയറിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ഈ ജ്യൂസിന് വേണ്ടിയിട്ട് ഈ എടുത്തു വെച്ച അലോവേര ജെല്ലും പിന്നെ കുറച്ച് മിൻറ്റും ആവശ്യത്തിന് ലെമൺ ജ്യൂസും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ഒരു ലെമണിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്തത്. നിങ്ങളുടെ പുളിയുടെ ഒരു ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലെമൺ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായി പിഴിഞ്ഞു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ട അത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അലോവേര ജെല്ല് കൊഴുത്താണ് ഇരിക്കുന്നതെങ്കിലും ജ്യൂസിന് അങ്ങനെ യാതൊരു കൊഴുപ്പും ഉണ്ടാവില്ല. വളരെ ടേസ്റ്റി ആയിരിക്കും. ഭയങ്കര ഹെൽത്തിയാണ് അത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്